ടാറ്റ വീണ്ടും പശ്ചിമ ബംഗാളിലെത്തും. ഈ ചോദ്യത്തിന് പ്രസക്തി ഏറെയുണ്ട്. കാരണം കേരളത്തിലടക്കം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. CPIMൻ്റെ 35 വർഷത്തെ ഭരണത്തിനൊടുവിൽ അവരുടെ പരാജയം ബംഗാളിലുണ്ടായത് ടാറ്റ എന്ന പേരുമായി ബന്ധപ്പെട്ടാണ്. ടാറ്റ എന്ന കമ്പനിയെ ബംഗാളിലെത്തിക്കാനുള്ള നീക്കം വലിയ തൊഴിലാളി പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കുകയും തുടർന്നത് ഉണ്ടായ നീക്കങ്ങളും ഭരണമാറ്റങ്ങളും മമതയുടെ നീക്കങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ അവിടെ ബംഗാളിൽ പുതിയ ഭരണമാറ്റം സംഭവിക്കുന്നു. അവിടെ BJP അധികാരത്തിലെത്തുന്നു. ഒടുവിൽ ടാറ്റ വീണ്ടും സിംഗൂരിലേക്ക് വരികയാണ്. ടാറ്റയെ സിംഗൂരിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ BJP നീക്കം ആരംഭിച്ചു. സിംഗൂരിൻ്റെ വ്യാവസായിക പൈതൃകം തിരികെ പിടിക്കുന്നതിനൊപ്പം ബംഗാൾ നിക്ഷേപ സൗഹൃദമാണെന്ന സന്ദേശം കൂടി നൽകാനാണ് BJPയുടെ ശ്രമം. 2008 ടാറ്റ ഗ്രൂപ്പിൻ്റെ നാനോ പ്രോജക്റ്റിനായുള്ള ഭൂമി ഏറ്റെടുക്കലാണ് വങ്കനാട്ടിൽ CPMൻ്റെ അടിവേരിളക്കിയതും തൃണമൂൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് വഴി തുറന്നതും. ടാറ്റയെ ബംഗാളിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം BJP ഏറ്റെടുക്കുകയാണെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ ഷെമിക് ഭട്ടാചാര്യ ന്യൂസ് 18നോട് പറഞ്ഞത്. ফেরা বই এটা আমাদের কাছে একটা চ্যালেঞ্জ। আমরা একটা বার্তা দিতে চাই যে পশ্চিমবঙ্গের কোনো শিল্পপতি ব্রাত্য নয়, রাজ্যের স্বার্থ কারোর ব্যক্তিগত ইগোর থেকে বেশি। আমাদের মুখ্যমন্ত্রী এর উপরে কাজ করেছেন, যোগাযোগ আছে, কেন্দ্রীয় নেতৃত্ব আমাদের সহযোগিতা করছেন। দেশের অর্থমন্ত্রী থেকে প্রধানমন্ত্রী সবাই পশ্চিমবঙ্গের অর্থনৈতিক স্থিতির একটা পরিবর্তন হোক, বাংলা নিজের পুরনো গৌরব ফিরে পাক, এর জন্য তারা সচেষ্ট আছে। টাটা যদি সিঙ্গুরে ফিরতে চায় ফিরবে, না হলে অন্য কোনো জায়গায় ফিরবে। স্থানটা বড় কথা না, টাটাকে ফেরানো একটা বার্তা দেওয়ার। 10 വർഷത്തെ മമത സർക്കാരിൻ്റെ പല തീരുമാനങ്ങളും തിരുത്തുകയാണ് BJP അധികാരത്തിൽ വന്നതിന് ശേഷം. വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ ടാറ്റയെ മടക്കിക്കൊണ്ടുവരുന്നതിന് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. വിശദമായി പരിശോധിക്കാം. VR കാർത്തിക്കുണ്ട്. കാർത്തിക്, CPMന് ഭരണം നഷ്ടമായതിന് ഏറ്റവും പേരുകെട്ട ഇടങ്ങൾ നന്ദിഗ്രാമും സിംഗൂറുമാണ്. ഇവിടേക്ക് ടാറ്റയുടെ നാനോ ഫാക്ടറിയാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും. അപ്പോൾ ടാറ്റയും ബംഗാളും CPMും അത് എന്തുകൊണ്ട് ആ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടതാകുന്നു എന്നത് പലവട്ടം ചർച്ച ചെയ്തു പോയതാണ്. ഇതാ ഇപ്പോൾ ടാറ്റയെ വീണ്ടും തിരികെ കൊണ്ടിരുന്നു എന്ന് BJP അവകാശപ്പെടുമ്പോൾ എന്താണ് അവരുടെ നീക്കം? അതെങ്ങനെ പ്രതിഫലിക്കും? സജിത്ത്, സിംഗൂരും അതോടൊപ്പം തന്നെ നന്ദിഗ്രാമം അത് ബംഗാളിൻ്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ രണ്ട് പോരാട്ട ഭൂമികകളാണ്. നമുക്കറിയാം 2006 തുടങ്ങി 2008 അവസാനിച്ച ഈ പ്രക്ഷോഭം അത് വങ്കനാട്ടിൽ CPMൻ്റെ അടിത്തറയിളക്കി. 34 വർഷത്തെ ഇടതുഭരണത്തിൻ്റെ അടിത്തറയിളക്കിക്കൊണ്ടാണ് ആ പ്രക്ഷോഭം അവസാനിച്ചതും തുടർന്ന് മമതയ്ക്ക് അധികാരത്തിലെത്താൻ വഴിയൊരുക്കിയതും. അങ്ങനെ 34 വർഷത്തെ ഇടതുഭരണം, അവിടെ നിന്നിങ്ങോട്ട് 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണം, ഏറെക്കുറെ 50 വർഷങ്ങൾ നീണ്ട ബംഗാളിൻ്റെ ചരിത്രം. ആ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം രചിക്കാനാണ് BJP തയ്യാറെടുക്കുന്നത്. ബംഗാളിൽ ആദ്യമായി അധികാരത്തിലെത്തിയ BJP സിംഗൂരിനെ അതിൻ്റെ വ്യാവസായിക പൈതൃകത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും ഒപ്പം ബംഗാൾ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം ആണ് എന്ന ഒരു സന്ദേശം നൽകാനും തയ്യാറെടുത്തിരിക്കുന്നു. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ടാറ്റ മോട്ടോഴ്സിനെ, ടാറ്റ ഗ്രൂപ്പിനെ തിരികെ സിംഗൂറിലേക്ക് കൊണ്ടുവരും എന്ന ബംഗാളിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബംഗാളിലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഷെമിക് ഭട്ടാചാര്യയുടെ വാക്കുകൾ പ്രകാരം ടാറ്റ ഗ്രൂപ്പിനെ സിംഗൂറിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നു. ഇതിന് സംസ്ഥാന നേതൃത്വം മാത്രമല്ല മുൻകൈയെടുക്കുന്നത്, കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ പരിപൂർണ പിന്തുണയുണ്ട്. അത് ചെറിയ തലത്തിലല്ല, പ്രധാനമന്ത്രി മുതൽ ധനമന്ത്രി വരെയുള്ളവർ, കേന്ദ്രമന്ത്രിമാർ വരെ സജീവമായി ഇടപെട്ടുകൊണ്ട് ടാറ്റയെ ബംഗാളിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നത്. 2500 കോടി രൂപയുടെ ബിസിനസ് ഹബ്ബാക്കുകയാണ് ലക്ഷ്യം. ഒപ്പം സിംഗൂരിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നിക്ഷേപ സൗഹൃദം എന്ന പ്രതിച്ഛായ ഉണ്ടാക്കുക, സംസ്ഥാനത്തിന് പുതിയ സാമ്പത്തിക ഉണർവുണ്ടാക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, അങ്ങനെ പല ലക്ഷ്യങ്ങളുണ്ട്. എന്നതിനപ്പുറത്തേക്ക് കാലം ആവശ്യപ്പെടുന്ന ഒരു പ്രായശ്ചിത്തം കൂടി ഇതിലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വിലയിരുത്തുന്നവരുമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം, സജിത്ത്. കാരണം നമുക്കറിയാം 2006 ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കാൻ കാരണം അവിടെ 997 ഏക്കർ ഭൂമി അത് ടാറ്റ ഗ്രൂപ്പിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള തീരുമാനമാണ്. ഭൂമി ഏറ്റെടുക്കൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. നാനോ കാർ നിർമ്മാണ ഫാക്ടറിക്കായി ടാറ്റയ്ക്ക് ഭൂമി കൈമാറാൻ തീരുമാനിച്ചത് ഇടത് സർക്കാരാണ്. ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഭൂമി ഏറ്റെടുത്തു തുടങ്ങി. സമാന്തരമായി അവർക്ക് ഉപജീവന മാർഗം ഒന്നും ഒരുക്കാതെയാണ് ആ ഭൂമി ആ ഘട്ടത്തിൽ ഏറ്റെടുത്തത്. ഏതാണ്ട് 1000 കോടി രൂപയുടെ പദ്ധതി, 13,000-ഓളം കർഷകർ അവരുടെ ഉപജീവന മാർഗമായി നെല്ലും ഉരുളക്കിഴങ്ങുമൊക്കെ കൃഷി ചെയ്തിരുന്ന
ഒരു ബൃഹത്തായ കാർഷിക ഭൂമിക. അവിടെയാണ് ടാറ്റ എത്തിയതും അവരുടെ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. തുടർന്നിങ്ങോട്ട് 2400ഓളം കർഷകർ പങ്കെടുത്ത സമരമാണ് കണ്ടത്. അത് വലിയ പ്രക്ഷോഭമായി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ആ പ്രക്ഷോഭത്തിൻ്റെ അമരത്തേക്ക് മമതാ ബാനർജി എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. 2011 ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാകാൻ മമതയ്ക്ക് വഴിയൊരുക്കിയത് ആ പ്രക്ഷോഭം തന്നെയാണ് എന്ന് പറയണം. മമത അധികാരത്തിലെത്തിയ ശേഷം ഈ ഭൂമി കർഷകർക്ക് തിരിച്ചു നൽകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മമതാ സർക്കാർ അധികാരത്തിലെത്തിയത്. അന്ന് അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ആ കമ്മിറ്റി ഈ കർഷകരുടെ ഭൂമി പ്രശ്നങ്ങൾ പഠിക്കുന്നു. എന്നാൽ കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. 2000 രൂപ കർഷകർക്ക് നൽകുക, അതോടൊപ്പം തന്നെ മാസം അവർക്ക് 16 കിലോ അരി നൽകുക, അത്തരത്തിലുള്ള തീരുമാനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. അതിനോടകം തന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിച്ചു. അതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ കൃഷിഭൂമി അത് കൃഷിയോഗ്യമല്ലാതായി മാറി എന്നതാണ് പിന്നീട് കർഷകർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഏറെ നാൾ നീണ്ട നിയമ പോരാട്ടം. 2016 സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചു. സുപ്രീം കോടതി സിംഗൂറിലെ ഭൂമി കർഷകർക്ക് വിട്ടു നൽകാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ കർഷകർക്ക് പക്ഷേ ഈ ഭൂമി പിന്നീട് കൃഷിയോഗ്യമായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തുടർന്നിങ്ങോട്ട് ഒരു കാർഷിക ഭൂമി, ഒപ്പം തന്നെ വ്യവസായം വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഭൂമി, ഇത്തരത്തിൽ കാർഷിക വ്യാവസായിക വിപ്ലവത്തിനിടയിൽ ഞെരുങ്ങിക്കഴിയുകയായിരുന്നു അവിടുത്തെ കർഷകർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവിടുത്തെ സജീവ ചർച്ചാ വിഷയം അവിടുത്തെ വ്യവസായം വരാത്തതും ഒപ്പം കൃഷിഭൂമി കൃഷിയോഗ്യമല്ലാതായി മാറിയതുമൊക്കെയായിരുന്നു. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ BJP സർക്കാർ അവിടെ അധികാരത്തിലെത്തി. ആ BJP സർക്കാർ 18 വർഷങ്ങൾക്കിപ്പുറം ഒരു പുതുചരിത്രം രചിക്കാൻ തയ്യാറെടുക്കുന്നു. അതായത് സിംഗൂറിനെ ഒരു വ്യാവസായിക തലസ്ഥാനമാക്കി മാറ്റുക ബംഗാളിൻ്റെ. ആ ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ബംഗാളിലെ BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടിക്കുന്ന പല ഘടകങ്ങളുണ്ട്. മഹാരാഷ്ട്രയിൽ 13.6% അവിടുത്തെ വ്യാവസായിക വികസന തോത്. അതേസമയം ബംഗാളിലാകട്ടെ 0.6%. ഇങ്ങനെ കൂപ്പുകുത്താനുള്ള പ്രധാന കാരണം 18 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ടാറ്റ ഗ്രൂപ്പിന് സംഭവിച്ച ഈ ദുരന്തമാണ്. അന്ന് ടാറ്റ അവിടെ നിന്ന് പിൻവാങ്ങി. അവർ ഏറെക്കുറെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 60% പൂർത്തീകരിച്ച ശേഷമാണ് പദ്ധതി പാടെ ഉപേക്ഷിച്ച് ബംഗാളിൽ നിന്ന് പോയത്. പിന്നീട് ഈ ഭൂമി കൃഷിയോഗ്യമാക്കി മാറ്റാൻ സാധിച്ചതുമില്ല, വ്യവസായങ്ങൾ വന്നതുമില്ല, തൊഴിലവസരങ്ങൾ കിട്ടും എന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടതുമില്ല. അങ്ങനെ ഈ ഭൂമി എന്ത് ചെയ്യണമെന്നറിയാത്ത നിലയിലായി കർഷകർ. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഈ ഭൂമി തിരികെ കിട്ടിയെങ്കിലും പല സ്ഥലങ്ങളും കോൺക്രീറ്റ് കാടുകൾ, അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അത്തരത്തിൽ വലിയ പ്രതിസന്ധിക്കിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ബംഗാളിലേക്ക് ടാറ്റ ഗ്രൂപ്പ് വരുമോ എന്ന് കണ്ടറിയണം. ചർച്ചകൾ സജീവമായി ഉണ്ട്. ഈ ഘട്ടത്തിൽ എതിർപ്പുകളൊന്നും തന്നെ ഉയരാനുള്ള സാധ്യതകളില്ല. കാരണം വലിയ ഭൂരിപക്ഷത്തോടെയാണ് അവർ അധികാരത്തിലെത്തിയത്. മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സിംഗൂരിലടക്കം 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് BJP സ്ഥാനാർത്ഥി ജയിച്ചത്. ആ ഘട്ടങ്ങളിലുള്ള തന്നെ BJP സജീവമായി ചർച്ചയാക്കിയതും ഇവിടെ വ്യവസായം കൊണ്ടുവരുമെന്നും തൊഴിലില്ലായ്മ ഇല്ലാതാക്കും എന്നതുമൊക്കെയാണ്. എന്തായാലും മറ്റൊരു ചരിത്രം കുറിക്കുന്നു. അതിലേക്ക് BJP നടക്കുന്നു. ടാറ്റ ഗ്രൂപ്പിനെ ബംഗാളിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. അങ്ങനെ മടക്കിക്കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചാൽ 18 വർഷങ്ങൾക്കിപ്പുറം അവർ BJP സർക്കാർ ആദ്യമായി ബംഗാളിൽ അധികാരത്തിലെത്തുമ്പോൾ സിംഗൂർ അവർ അന്ന് സ്വപ്നം കണ്ടതുപോലെ ഒരു വ്യാവസായിക തലസ്ഥാനമായി മാറുമോ? അതും ഇനി കണ്ടറിയേണ്ടതാണ്. അത് പുതുചരിത്രമാകേണ്ടതാണ്. എങ്കിൽ കൂടിയും ഒരു ചരിത്ര പശ്ചാത്തലം ഒപ്പം ഇപ്പോൾ അധികാരത്തിലെത്തിയ BJP സർക്കാർ അവരെടുത്ത നയപരമായ തീരുമാനം സ്വാഭാവികമായും 2500 കോടി രൂപയുടെ വിപുലമായ പദ്ധതിയാകുമ്പോൾ ഭൂമി കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരും. അതിനോടൊക്കെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതൊക്കെ നിർണായകമാണെങ്കിൽ കൂടിയും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ 2 പോരാട്ട ഭൂമികൾ സിംഗൂരും നന്ദിഗ്രാമും. അതിൽ സിംഗൂരിൽ 2006 ശേഷം ഇതാദ്യമായി വ്യവസായം അവിടേക്ക് തിരിച്ചെത്തുന്നു എന്ന ചർച്ചകൾ സജീവമാകുന്നു. അതിന് ബംഗാളിലെ BJP തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു. അത് കേവലം ഒരു പ്രാദേശിക ചർച്ച എന്നതിനപ്പുറത്തേക്ക് BJPയുടെ സംസ്ഥാന നേതാക്കൾ ഇടപെട്ടുള്ള ചർച്ച എന്നതിനപ്പുറത്തേക്ക് BJPയുടെ ദേശീയ നേതൃത്വം ഒരു പക്ഷേ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് ബംഗാളിലേക്ക് ടാറ്റ ഗ്രൂപ്പിനെ മടക്കിക്കൊണ്ടുവന്ന് ഒരു പുതിയ സന്ദേശം നൽകാൻ ശ്രമിക്കുന്നു. ബംഗാൾ നിക്ഷേപ സൗഹൃദമാണ് എന്ന പ്രതിച്ഛായ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും സജീവമായി നടക്കുകയാണ്. സജിത്ത്. യെസ്, കാർത്തിക സൂചിപ്പിച്ചതാണ് അതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും. അതുകൊണ്ട് ഇത് വെറുമൊരു
ഒരു വലിയ ബിസിനസ് വ്യവസായ ഗ്രൂപ്പിൻ്റെ ഒരു സംസ്ഥാനത്തേക്കുള്ള കടന്നുവരവല്ല, മാത്രമല്ല ഒരു സംസ്ഥാന ചരിത്രത്തിൻ്റെ, രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് സിംഗൂറും നന്ദിഗ്രാമും ടാറ്റ ഗ്രൂപ്പും ഒക്കെ എന്നതാണ്. അതുകൊണ്ട് സിംഗൂരിലേക്ക് വീണ്ടും ടാറ്റ ഗ്രൂപ്പിനെ കൊണ്ടുവരും എന്ന BJPയുടെ അവകാശവാദത്തിന് അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടെന്നതും വസ്തുതയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ വിഷയത്തിൽ CPM എടുക്കുന്ന നയമെന്ത്, ഒപ്പം തൃണമൂൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നതൊക്കെ പ്രസക്തമായ കാര്യമാണ്. CPMന് തങ്ങളുടെ പിഴച്ച തീരുമാനമെന്ന് അവർ തന്നെ വിലയിരുത്തിയതാണ് അവർ കർഷക ഭൂമി ഏറ്റെടുക്കുകയും ആ കർഷക സമരങ്ങളെ കൈകാര്യം ചെയ്ത രീതിയും. ഒടുവിൽ ഇപ്പോൾ BJP ആ സാധ്യതയിലേക്ക് കടന്നു കയറുമ്പോൾ എന്താണ് ആ സംസ്ഥാനത്തുണ്ടാകുന്ന മാറ്റങ്ങളും നീക്കങ്ങളും എന്നും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും കാത്തിരിക്കാം എന്താണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.